നമ്മുടെ ബോഡിയിലെ സോഡിയം കുറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ നമ്മുടെ ബ്ലഡിലെ സോഡിയം ചെക്ക് ചെയ്യുമ്പോൾ 135 മില്ലി ഈക്വലന്റ് പെർ ലിറ്ററിന് താഴെയാണ് സോഡിയത്തിന്റെ ലെവലെങ്കിൽ അതിനാണ് സോഡിയം കുറയുന്നതായിട്ട് അല്ലെങ്കിൽ ഹൈപ്പോനാട്രീമിയ എന്നൊക്കെ പറയുക. സോഡിയം നമ്മുടെ നെർവ്സിന്റെയും മസിൽസിന്റെയും എല്ലാം ആക്ടിവിറ്റിക്ക് പ്രധാന റോൾ വഹിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ്. അത് മാത്രമല്ല നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും സോഡിയം ഇലക്ട്രോലൈറ്റിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ സോഡിയം കുറയുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും. സോഡിയം കുറയുമ്പോൾ അബോധാവസ്ഥയിലാവാനും അത് അപസ്മാരത്തിന് കാരണമാകാനും ചിലപ്പോൾ അത് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും. എന്തൊക്കെ ലക്ഷണങ്ങളാണ് സോഡിയം കുറയുമ്പോൾ ഒരാളിൽ കാണിക്കുക? തലവേദന വരിക, ഓക്കാനം, ഛർദി, മസിൽ ക്രാംസ് അല്ലെങ്കിൽ പേശികൾ കോച്ചി പിടിക്കുക, കൺഫ്യൂഷൻ, ഇറിറ്റബിലിറ്റി, വീക്ക്നെസ്, ഉഷാറില്ലായ്മ പോലത്തെ സിംറ്റംസ് ആണ് കാണിക്കുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം നമ്മുടെ ബോഡിയിൽ സോഡിയം കുറയുന്നത്? പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഡ്രഗ്സ്. നമ്മൾ പെയിൻ കില്ലേഴ്സോ വിഷാദ രോഗത്തിനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ആന്റി ഡിപ്രസന്റ് മരുന്നുകളോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് സോഡിയം കുറയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ്, ലിവർ ഡിസീസസ്, കിഡ്നി ഡിസീസസ് ഒക്കെ ഉള്ള ആൾക്കാരിലും സോഡിയം കുറയാം. തൈറോയിഡ് പോലത്തെ ഹോർമോണൽ ഇംബാലൻസുകളിലും അഡിസൺസ് ഡിസീസ്, കുഷിൻ ഡിസീസസ് പോലത്തതിലും സോഡിയം കുറഞ്ഞതായിട്ട് കാണാം. നല്ല ഛർദിൽ വരുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിലെ സോഡിയം നന്നായിട്ട് കുറയാം. സോഡിയം കുറയുമ്പോൾ നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് സോഡിയം കുറഞ്ഞത് ആ കാരണത്തെ പ്രതിരോധിക്കാനാണ് നോക്കേണ്ടത്. ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ടാണ് സോഡിയം കുറയുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ മരുന്നിന് പകരം വേറെ മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കൊണ്ടാണ് സോഡിയം കുറയുന്നതെങ്കിൽ ആ അസുഖത്തെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക.